ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 17-ാം ഞായർ. ഇന്ന് വായനകളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒന്നാമത്തെ വായനയിൽ അബ്രഹാമിനെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ശിഷ്യന്മാരെയാണ്, അതിനു മുമ്പ് ഈശോയെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഈശോ പറഞ്ഞ ഉപമയിൽ ആ കൂട്ടുകാരനാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രാർത്ഥന? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ആളാണ് യഥാർത്ഥ പ്രാർത്ഥന. നമ്മൾ ഇംഗ്ലീഷിൽ കളിക്കുന്ന ഒരാളെ പ്ലെയർ എന്ന് പറയും, എഴുതുന്ന ആളെ റൈറ്റർ എന്ന് പറയും, ആക്ട് ചെയ്യുന്ന ആളെ ആക്ടർ എന്ന് പറയും. ഇതേപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പ്രെയർ എന്ന് പറയുക. ദൈവവുമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധമുള്ള വ്യക്തി, ദൈവത്തെ നിരന്തരം ശ്രവിച്ച് ദൈവേഷ്ടം അറിയുന്ന വ്യക്തി, അറിയുന്ന ദൈവേഷ്ടവും ദൈവപദ്ധതിയും നന്നായിട്ട് വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന വ്യക്തി. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ ജീവിതമാക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു അനുഭവമാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ അനുഭവത്തെക്കുറിച്ചാണ്. ഈശോയിലൂടെ നമ്മൾ രക്ഷയുടെ, ജീവൻ്റെ, അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കാര്യമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത്. ഇന്നത്തെ സങ്കീർത്തനം എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നുവെന്ന സങ്കീർത്തനം വെളിവാക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് സുവിശേഷത്തിൽ ഈശോ നമ്മളെ കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, നമുക്ക് പറയാം ഏറ്റവും വലിയ പ്രാർത്ഥന ദിവ്യകുർബാനയാണ്. എന്നാലും നമ്മൾ ചൊല്ലുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന കർത്താവ് നമ്മെ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. ബൈബിളിൽ അതിന് 2 രൂപങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും അതേപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ പ്രാർത്ഥനയാണ്. അതിൽ 7 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാനാവും. ലൂക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് 2 എണ്ണം കുറവാണ്. എങ്കിൽ പോലും ഒരു വിധത്തിൽ ആ 5 എണ്ണത്തിലും ഈ 7 കാര്യങ്ങളും അടങ്ങുന്നുണ്ട്. നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷത്തിലെ ആ പ്രാർത്ഥനയിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ദൈവരാജ്യം വരുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ സ്വർഗത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കർത്തൃ പ്രാർത്ഥനയിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന വരുന്നുണ്ട്. അതിനുകൂടെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ അത് കഴിഞ്ഞ് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വരുന്നുണ്ട്. ഒരു വിധത്തിൽ ആ പ്രാർത്ഥനകൾ അങ്ങനെ ആ രീതിയിൽ എങ്ങനെയായാലും ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ മത്തായിയുടെ സുവിശേഷത്തിലാകട്ടെ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിലെ പിതാവേ എന്നേ വിളിക്കുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷ രൂപത്തിൽ കൂട്ടായ്മയുടെ സുവിശേഷമാണ്. അവിടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഈ പ്രാർത്ഥന നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ദൈവമായിട്ട് ആഴപ്പെട്ട ഒരു വ്യക്തി ബന്ധം, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. എന്നിട്ട് ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം വെറും വ്യക്തിപരമാകരുത്, കൂട്ടായ്മയിലെ ആകണം. ഈ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട് എന്ന്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം വരുത്തണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് വെളിവാക്കുക. അപ്പം നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അതേപോലെ സ്വർഗം, ദൈവരാജ്യം ഈ ഭൂമിയിൽ വരണം. നമ്മുടെ ലോകം സ്വർഗരാജ്യമായി പരിവർത്തനപ്പെടണം. സ്വർഗത്തിൻ്റെ പൗരരായി നാം ഈ ലോകത്ത് ജീവിക്കണം.
അതാ ഈ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുക. അത് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് നിറവേറ്റുവാനായിട്ട് നാം തയ്യാറാകുമ്പോഴാണ്. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഞങ്ങളുടെ എന്നുള്ളത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് കാണുകയാണ്. അവിടെ ഓർക്കേണ്ടത് എനിക്ക് മാത്രം പോരാ, മറ്റുള്ളവർക്കും വേണം. അവസാനത്തെ ആളും വിശപ്പ് തീരുവോളം ഞാൻ എത്ര നിറയെ കഴിച്ചാലും എൻ്റെ വിശപ്പ് തീരുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിവാക്കപ്പെടുക. ആ അന്നു വേണ്ട അപ്പത്തിന് പോലും ദൈവമേ നിന്നിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് വെളിവാക്കപ്പെടുക. ഒരുപോലെ പഴയ നിയമത്തിൽ ദൈവം മന്ന പൊഴിച്ചു കൊടുക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്നയാൾക്ക് തരണമേ എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് പ്രത്യേകിച്ച് വെളിവാക്കുന്നുണ്ട്. ഓരോ ദിവസത്തേക്കുള്ളത് മാത്രമാണ് അവർ ശേഖരിക്കേണ്ടിയിരുന്നത്. അതിൽ കൂടുതൽ ശേഖരിച്ചാൽ അത് ഒരു വിധത്തിൽ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ നമ്മൾ അന്നു വേണ്ട ആഹാരം, അനുദിന ആഹാരം, ഒരു വിധത്തിൽ ദിവ്യകുർബാനയാണ് ആഹാരം, സ്വർഗത്തിൻ്റെ ഭോജനമാണ് ആഹാരം. നമ്മൾ അന്നു വേണ്ട അപ്പത്തിന് പോലും ആഹാരത്തിന് പോലും ദൈവത്തിൽ ആശ്രയിക്കുക. നല്ല ഇടയനായ ദൈവം പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ വെളിവാക്കപ്പെടുക. അതേപോലെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന വലിയൊരു വ്യവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കണം, എങ്കിലാണ് നമ്മൾ ക്ഷമിക്കപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 18-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് വെളിവാക്കപ്പെടുന്നുണ്ട്. നമുക്ക് ക്ഷമയുടെ ആവശ്യകതയാണ്. അപ്പോൾ പ്രാർത്ഥന ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രചോദിപ്പിക്കുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ബോധപ്പെടാം. തിന്മയിൽ നിന്ന് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഈശോനാഥൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ് തിന്മയെ അതിജീവിക്കുവാൻ, പ്രലോഭനത്തിൽ വീഴാതെ ആയിരിക്കുവാനായിട്ട് സാധിച്ചത്. അതേപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പ്രാർത്ഥന എന്ന് വെളിവാക്കപ്പെടുക. അതേപോലെ എല്ലാ തിന്മകളിൽ നിന്നുള്ള മോചനമാണ്. ദൈവരാജ്യം വരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലെ പ്രജകളാകുമ്പോൾ തിന്മയിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുകയാണ്. ആ രീതിയിൽ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ക്രൈസ്തവരായി ഈശോയുടെ ശിഷ്യരായി മാറുക. അപ്പം നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ അബ്രഹാമിൻ്റെ ദൈവത്തോട് അത്ര ആഴപ്പെട്ട ബന്ധമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ കണക്ക് പറഞ്ഞ് വരുക. 50 നീതിമാന്മാരുണ്ടെങ്കിൽ എന്ന് തുടങ്ങി 10 വരെ വരുക. പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം എന്താണെന്നറിയാവോ? നമ്മൾ 10 പേരെങ്കിലും നീതിമാന്മാരായി ജീവിച്ചാൽ അതിലൂടെ നമ്മുടെ നാടിനെ മുഴുവനും നമ്മളെ രക്ഷിക്കും എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിവാക്കപ്പെടുക. അതേപോലെ 1-ാമത്തെ വായനയിൽ ഈ ദൈവം അബ്രഹത്തോട് പറയാണ്, സോദോം ഗൊമോറയിലെ ആൾക്കാരെക്കുറിച്ച് എൻ്റെ അടുത്ത് വലിയ കംപ്ലൈൻറ്റ് വന്നിരിക്കുക. ആ കംപ്ലൈൻറ്റ് യാഥാർത്ഥ്യമാണോ എന്ന് അറിയാനായിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കുറ്റമൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ നേരെ വിശ്വസിക്കാൻ പോകല്ലേ. അത് നമുക്ക് നേരിട്ടെന്ന് അനുഭവിക്കാൻ പറ്റണമെന്ന് ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ തന്നെ മാതൃക നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥന നിരതരാകാനായിട്ട് ശ്രദ്ധിക്കാം. പ്രാർത്ഥനയിലെ 4 ഘടകങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ആക്സ് എന്ന് പറയുക. ACTS. A എന്ന് പറഞ്ഞാൽ അഡോറേഷൻ എന്നർത്ഥം. ദൈവം ആരാണെന്നുള്ള ഏറ്റുപറച്ചിലാണ് അഡോറേഷൻ. ദൈവമേ അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് ഏറ്റുപറയുന്നത് അഡോറേഷൻ, ആരാധന എന്ന് പറയുന്നത്. എന്നിട്ട് C എന്ന് പറഞ്ഞാൽ കൺട്രീഷൻ അല്ലെങ്കിൽ കൺഫെഷൻ. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. ദൈവമേ ഞാൻ പാപിയാണ്, അങ്ങനെ നേരെ നോക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാപിയാണ് എന്നുള്ള ഒരു ഏറ്റുപറച്ചിലേക്ക് നമ്മൾ അവിടെ കടന്നു വരുന്നതാണ് പ്രാർത്ഥന. അപ്പം ദൈവം നമുക്ക് ആരാണെന്നുള്ള ഏറ്റുപറച്ചിൽ അത് ആരാധന. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആരാണ് എന്ന് ഏറ്റുപറച്ചിൽ അതാണ് ഒരു വിധത്തിൽ കുമ്പസാരം അല്ലെങ്കിൽ പശ്ചാത്താപം എന്ന് പറയുന്നത്. 3-ാമത്തത് T എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ് എന്ന അർത്ഥം. ഏറ്റവും വലിയ പ്രാർത്ഥന കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. നമ്മുടെ ദിവ്യ കുർബാനയ്ക്ക് തന്നെ യൂക്കരിസ്റ്റ് എന്നുള്ള പേര്, യൂക്കരിസ്റ്റ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ കൃതജ്ഞത സ്തോത്രം, നന്ദി പറച്ചിൽ എന്നാണ്. എല്ലാം ഓർത്ത്, എല്ലാവരെയും ഓർത്ത്, എല്ലാറ്റിനെയും ഓർത്ത് നിരന്തരം നന്ദി പറയുവാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. എന്നിട്ട് സപ്ലിക്കേഷൻ, സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥനകളാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവമേ അങ്ങിലാണ് എൻ്റെ ആശ്രയം എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ പ്രിയപ്പെട്ടവരെ അവിടെ വരികയാണ്. ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥന നിരതരാകാനായിട്ട് ശ്രദ്ധിക്കാം.
പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയാണ്, നീ ചോദിക്കുക നിനക്ക് ലഭിക്കും, അന്വേഷിക്കുക നീ കണ്ടെത്തും, മുട്ടുക നിനക്ക് തുറക്കപ്പെടും. എന്നാൽ അത് മാത്രം പോരാ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ അബ്രഹാം. അതേപോലെ മോശ, നമുക്കറിയാം. ആ രീതിയിൽ നമ്മൾ വരുമ്പോഴേക്കും മാതാവ് ഈശോനാഥൻ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായം നമുക്ക് വേണ്ടിയുള്ള വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എത്രമാത്രം പ്രധാനമാണ് എന്ന് ഇന്നത്തെ വായനകൾ ഓർമ്മപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥനയായി മാറാനായിട്ട് ശ്രദ്ധിക്കാം. പ്രാർത്ഥന നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള പൂർണ്ണമായ ആശ്രയത്വത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവ അനുഗ്രഹത്താൽ നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി, ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി നമുക്ക് ജീവിക്കാം. അതിനുവേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. ആമേൻ.